ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസാല ഷവായയുടെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഒരു ഷവായ ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും പുറത്ത് പോയി കഴിക്കില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പുറമേ നല്ല സ്പൈസിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണിത്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് മറന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. എങ്കിലും മാത്രമേ മറ്റുള്ളവരിലേക്കും കൂടെ നമ്മുടെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഷവായ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ നല്ല രീതിയിൽ എന്നൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ ഉള്ളോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 20 കാശ്മീരി മുളകാണ്. പിന്നെ ഈ ഒരു മുളകിന് ചില സ്ഥലത്ത് പിരിമുളക് എന്നും പറയും കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പം ഈ ഒരു മുളക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാകുമ്പം നല്ലൊരു കളറും അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി വറ്റൽമുളക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വറ്റൽമുളക് എടുത്താൽ മതി കേട്ടോ. വറ്റൽമുളക് ആകുമ്പം നല്ല എരിവുണ്ടാവും. ഈ ഒരു മുളകിനും എരിവ് കുറവായിരിക്കും. ഇനി ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരിയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയുടെ എസൻസും കൂടെ ചേർത്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് മാരിനേഷനുള്ള ബാക്കിയുള്ള വെജീസൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം തന്നെ മല്ലിയില എടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ചിറ്റ് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുണ്ട്, അരമുറി ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഉള്ളി എടുക്കുന്ന സമയത്ത് ചുവന്നുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചുവന്നുള്ളി ആകുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയുക. പക്ഷേ ക്യാപ്സിക്കം ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വറ്റൽമുളക് ഇപ്പം നല്ല രീതിയിൽ തന്നെ സോക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനേക്കാളും ടേസ്റ്റ് നമ്മളിങ്ങനെ ഈ ഒരു മസാല ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എക്സ്ട്രാ വേറെ മസാല പൗഡറൊന്നും നമ്മൾ ഈ ഒരു മസാലയിൽ ചേർക്കുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് കുക്കിംഗ് ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഓയിലാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതാ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനിലോട്ട് ഈ ഒരു മസാല ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ലോണം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ്റെ എല്ലാ സൈഡും ഒരുപോലെ തന്നെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ ഒരു റാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് മസാലയാക്കി വെക്കുന്നത് അത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ. അപ്പം ഞാനിവിടെ റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ ഈ ഒരു മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി വീട്ടിൽ വല്ല ഫംഗ്ഷനും നടക്കാന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ മാരിനേഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കന് പിറ്റേ ദിവസത്തേക്ക് നല്ല സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതാ 5 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ തണുപ്പൊക്കെ പോയ ശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ ചിക്കന് പ്രഷർ കുക്കറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ കുക്കറിൽ എക്സ്ട്രാ ഓയിലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനും അതിലുള്ള കംപ്ലീറ്റ് മസാലയും ചേർത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെ ഷവായൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കന് കറക്റ്റ് ആ ഒരു വേവ് കിട്ടുന്നില്ല എന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വിസിൽ വെയിറ്റ് ചെയ്യുക കേട്ടോ.
എന്നിട്ട് 2 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുക്കറിലുള്ള കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം കേട്ടോ. പിന്നെ കുക്കർ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തുറക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ കുക്കർ ഫസ്റ്റ് വിസിലടിക്കുമല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ഏതോ റെസ്റ്റോറൻറ്റിൽ പോയൊക്കെ ഒരു ഫീലായിരിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ചിക്കൻ കുക്കായതുകൊണ്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ആ ചിക്കൻ്റെ പുറമെ കാണുന്ന സ്കിന്നൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി സെയിം പാനിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ വേവിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള സോസ് അതും കൂടെ ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കെച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൽ കെച്ചപ്പ് ചേർക്കുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ചിക്കൻ ഉണ്ടാവുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ്. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മസാല ഷവായിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേവി കുറച്ചുകൂടി തിക്കാക്കിയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ചൊന്ന് തിക്കായി കഴിഞ്ഞപ്പോൾ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ആ ഒരു സോസ് ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു സോസ് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ടൊരു 4 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറും 4 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ഞാനിതാ 4 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. പിന്നെ ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ കുബൂസാണ് കേട്ടോ. ഇനി നിങ്ങൾ നോർമൽ കുബൂസ് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പൊറോട്ടയ്ക്കൊപ്പം കഴിക്കുക, അല്ലെങ്കിൽ ഗീ റൈസിനൊപ്പം കഴിക്കുക, ചപ്പാത്തിക്കൊപ്പം കഴിക്കുക. ഇനിയിപ്പോൾ അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നിട്ടും കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് ഫുൾ ചിക്കൻ തന്നെ വേണം, അല്ലെങ്കിൽ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ വേണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മളെപ്പോഴും ബിരിയാണിക്കൊക്കെ വാങ്ങിക്കാറില്ലേ, ആ ഒരു പീസ് വെച്ചിട്ടും നമുക്ക് സെയിം റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു വേവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാരിനേഷനൊക്കെ ചെയ്തിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിലിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറഞ്ഞ ഓയിലിൽ ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ വേവിനെ പറ്റി പറയുകയാണെങ്കിൽ പുറമേ നല്ല സ്പൈസിയും അകത്ത് നല്ല ചൂസി ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചിക്കന് എത്രത്തോളം കുക്കായിട്ടുണ്ടെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.